വാസ്തവത്തിൽ അല്ലാഹുവിനെ പ്രിയം വെച്ചവർ അവരല്ലേ പരിപൂർണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചവർ. വെറും ഒരു നബിദിനം മതിയോ, വെറും ഒരു മൗലിദ് മതിയോ, വെറും മദ്ഹ് ഗാനം മതിയോ, വെറും മദ്ഹുർ റസൂൽ മതിയോ? അത് വേണ്ടെന്നല്ല, അത് നിർബന്ധം തന്നെ. ഖുർആൻ പറയുമ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞത്? ഫല്ലദീന ആമനൂ ബിഹി, ഒന്നാമതായി നബിയെ കൊണ്ട് വിശ്വസിച്ചവർ. ഒന്നാമത് വിശ്വാസം വേണം. വിശ്വാസം പോരാ, ആ നബിയെ ബഹുമാനിക്കുന്നവരാകണം. നബിയെ കൊണ്ട് വിശ്വാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തഅ്ലീം ചെയ്യണം, ബഹുമാനിക്കണം. വനസറൂഹു, ആ നബിയെ സഹായിക്കണം. അഥവാ നബി കൊണ്ടുവന്ന പ്രസ്ഥാനത്തെ സഹായിക്കണം, ഇസ്ലാമിനെ സഹായിക്കണം. ആ നബിയോടുകൂടി ഇറക്കപ്പെട്ട ഖുർആനാകുന്ന പ്രകാശത്തെ പിന്തുടരുകയും വേണം. ഈ 4 കാര്യമുണ്ടായാൽ ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതൊക്കെയും വിശ്വസിക്കുക. രണ്ടാമത് അവിടുത്തോട് അങ്ങേയറ്റം സൃഷ്ടികളെ കൂട്ടത്തിൽ അങ്ങേയറ്റം ബഹുമാനമുണ്ടാവുക. മൂന്നാമത് നബി തങ്ങൾ കൊണ്ടുവന്ന പ്രസ്ഥാനത്തോട് സഹകരിക്കുക. നാലാമത് അവിടുന്ന് പഠിപ്പിച്ച ഖുർആനിന്റെ വെളിച്ചമനുസരിച്ച് ജീവിക്കുക. ഈ 4 കാര്യമുള്ളവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. നബിയേ റബ്ബേ, അപാകതകൾ ഞങ്ങളെ സമുദായത്തിന് പൊറുക്കണം റഹ്മാനേ, ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനേ, ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. ഓ സഹോദരന്മാരെ, അലാബുകൾ ഇറങ്ങാത്തതിന്റെ കാരണമെന്ത്? അതും അവിടുത്തെ പവർ തന്നെയല്ലേ? പറഞ്ഞില്ലേ, മക്കയിലെ മുശ്രിക്കുകൾ വലിയ ധിക്കാരികൾ, അവിടുന്ന് നിസ്കരിക്കുമ്പോൾ തന്നെ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ട് കൊടുത്തവർ അത്തരം കക്ഷികളില്ലേ? എന്നിട്ടും അല്ലാഹു പറഞ്ഞില്ലേ, നബിയെ തങ്ങൾ അവരിൽ ഉള്ള സമയത്ത് അവരാള്ള ശിക്ഷിക്കൂല നബിയെ. തങ്ങളെ പവർ കൊണ്ട് അവരെ ശിക്ഷിക്കാത്തത്. തങ്ങളുള്ള നാടല്ലേ, തങ്ങളുള്ള സദസ്സല്ലേ, തങ്ങളുള്ള സ്ഥലമല്ലേ, അതുകൊണ്ട് ആ ശിക്ഷ ഇറക്കാത്തതെന്ന് അവിടുത്തെ ബഹുമാനം ഖുർആന് പറഞ്ഞില്ലേ? അവിടുത്തെ ഉമ്മത്തിന്റെ നിലക്കല്ലേ വലിയ വലിയ ശിക്ഷകൾ നമുക്ക് ഇറങ്ങാത്തത്. അതുകൊണ്ട് തന്നെ നാം ചിന്തിച്ച് നന്നാകാൻ അവിടുത്തോടുള്ള പിന്തുടർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്ത വേണമെന്ന്